അടുത്തതായി ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ഇൻറ്റിജേഴ്സ് ആൻഡ് വെരിഫൈ ദാറ്റ് LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഇൻറ്റിജേഴ്സ്. നോക്കിക്കേ, ഓരോ ക്വസ്റ്റ്യനിലും 2 ഇൻറ്റിജേഴ്സ് വീതം തന്നിട്ടുണ്ട്. ഈ പെയേഴ്സിൻ്റെ LCM HCF കണ്ടുപിടിക്കണം. ആൻഡ് വെരിഫൈ ദാറ്റ്, നമുക്കൊരു റിലേഷൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, LCM ഇൻറ്റു HCF, 2 നമ്പേഴ്സിൻ്റെ LCM HCF കണ്ടുപിടിച്ചാൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ LCM HCF കണ്ടിട്ട് ഈ റിലേഷൻ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. So first question 26 and 91. ഓക്കെ, 26ൻ്റെയും 91ൻ്റെയും നമ്മൾ HCF കാണണം, LCM കാണണം. അപ്പോൾ HCF കാണാനായിട്ട് 26നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 × 13 കിട്ടി. 91നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ 7 × 13 കിട്ടി. ഓക്കെ, ഇനി HCF എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് പ്രൈം ഫാക്ടേഴ്സിനകത്ത് കോമൺ ആയിട്ട് വരുന്നതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ 13ഉം 13ഉം നമുക്ക് ഒറ്റ ഗ്രൂപ്പേ കിട്ടുന്നുള്ളൂ, അതിൽ നിന്നൊരു 13 എടുക്കാം. അപ്പോൾ നമ്മുടെ HCF എന്ന് പറയുന്നത് 13 ആണ്. ഇനി LCM എന്താണ്, ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു 13 എടുത്തിട്ട് ബാക്കി ഇനി ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാത്തതെല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 13 പിന്നെ ബാലൻസ് 2 7 ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 182 ആണ് LCM കിട്ടിയത്. ഇനി നമ്മളോട് എന്താ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 26 ആൻഡ് 91. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ LCMൻ്റെ HCFൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അതെന്താണ്, 13ഉം 182. ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 2366 ആണ് കിട്ടിയത്. ഓക്കെ, അതുപോലെ ഈ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 2366 ആണ് കിട്ടിയത്. അപ്പോൾ രണ്ട് ഈക്വൽ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെരിഫൈ ചെയ്തു, വെരിഫൈഡ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2-നകത്ത് 510 ആൻഡ് 92. ഓക്കെ, 510ഉം 92 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 വരുന്നത്. ഓക്കെ, 510ഉം 92 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ ജോലി എന്താണ്, 510നെയും 92നെയും പ്രൈം ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 510നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ എനിക്ക് ഫസ്റ്റ് പ്രൈം 2 കൊണ്ട് പറ്റും. അന്നേരം എനിക്ക് 255 വന്നു. വീണ്ടും എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ എനിക്ക് 51 വന്നു. ഓക്കെ, പിന്നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 17 വന്നു. സോ 510 ഈസ് ഈക്വൽ ടു 2 × 5 × 3 × 17. ഓക്കെ, ദെൻ 92നെ എനിക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും, 46 വരും. വീണ്ടും 2 കൊണ്ട് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും, 23 വരും. ഓക്കെ, സോ 92 ഈസ് ഈക്വൽ ടു 2 × 2 × 23. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ HCF കണ്ടുപിടിക്കാം. സോ HCF എങ്ങനെയാണ് കാണുന്നത്, ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം അല്ലേ. ഇവിടെ നമുക്ക് ഏതൊക്കെ കോമൺ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, എനിക്കൊരു ഗ്രൂപ്പ് കിട്ടി. ഇനി ഏതാ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഇനി എനിക്ക് അതിനകത്ത് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ അപ്പോൾ എനിക്ക് ഒറ്റ ഗ്രൂപ്പേ വന്നുള്ളൂ, അതിൽ നിന്ന് ഒരു 2 എടുക്കാം. അപ്പോൾ 2 ആണ് എൻ്റെ HCF. ഇനി LCMന് എങ്ങനെയാണ്, എഗെയിൻ ദ സെയിം തിങ്. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് ചെയ്തതിൽ നിന്ന് ഒരു നമ്പർ എടുക്കാം. ഇനി ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാത്തതെല്ലാം കൂടി നമ്മൾ എഴുതി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ LCM കാണാനായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ അവിടെ കിടപ്പുണ്ട്, ഒരു 3 ഉണ്ട്, ഒരു 5 ഉണ്ട്, ഒരു 17 ഉണ്ട്, എഗെയിൻ ഒരു 2 ഉണ്ട്, ഒരു 23 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ബാലൻസ് വരുന്ന 5 ഉണ്ട്, 3 ഉണ്ട്, 17 ഉണ്ട്, 2 ഉണ്ട്, 23 ഉണ്ട്. ഇതെല്ലാം ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് LCM കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 23,460 എന്നാണ് വന്നത് LCM. ഓക്കെ, ഇനി നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കണം. ഈ നമ്പേഴ്സിനെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ നോക്കാം. 510ഉം 92ഉം മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ LCM HCF മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2ഉം 23,460 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 510ഉം 92ഉം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ വന്നത്, 46,920 എന്ന് വന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 46,920 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വെരിഫൈ ചെയ്തു.
അടുത്തതായി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 336 ആൻഡ് 54. ഓക്കെ, സോ 336നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രൈം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 168 കിട്ടും. എഗെയിൻ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 84 കിട്ടും. എഗെയിൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 42 കിട്ടും. എഗെയിൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 21 കിട്ടും. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പ്രൈം നമ്പർ 7 കിട്ടും. സോ 336 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൈം ഫാക്ടേഴ്സ്, ഇത്രയാണ് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷനിൽ കിട്ടുന്ന 336. ഇനി 54നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 27 കിട്ടും. പിന്നെ 3 പറ്റത്തുള്ളൂ, 9 കിട്ടും. 3. ഓക്കെ, സോ 54ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ വരുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു 2 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ HCF ഈക്വൽ ടു ഒരു 2 കിട്ടി. ഇനി നമുക്ക് എന്താ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഒരു 3 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 3 കിട്ടി. സോ HCF 6 ആണ്. സോ LCM ഈക്വൽ ടു, LCM നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ LCMനകത്ത് നമുക്ക് ഈ ഗ്രൂപ്പ് ചെയ്തതിൽ നിന്ന് ഓരോന്നെടുക്കാം. 2ഉം 3ഉം എടുത്തു. ഇനി നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ബാക്കി വരുന്ന 2s എല്ലാം എഴുതണം. 2 2 2. ഇനി ഒരു 7 ബാക്കി വരുന്നുണ്ട്, അത് വേണം. ഇനി 2 3 ബാക്കി വരുന്നുണ്ട്, അത് വേണം. ഓക്കെ, സോ ഇത്രയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് LCM കിട്ടുന്നത്. 3024 എന്നാണ് എൻ്റെ LCM വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 336ഉം 54ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ 6 LCMഉം HCFഉം 6ഉം 3024ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ കിട്ടുക നോക്കാം. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18,144 എന്നാണ് കിട്ടുന്നത്. 18,144. ഓക്കെ, സോ രണ്ടും ഈക്വലാണ്. നമ്മൾ വെരിഫൈ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് ഇൻറ്റിജേഴ്സ് ബൈ അപ്ലൈയിങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, ഇതിന് 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 12, 15 ആൻഡ് 21. വി ഹാവ് ടു ഫൈൻഡ് ദ LCM ആൻഡ് HCF. LCMഉം HCFഉം കണ്ടുപിടിക്കണം. എന്ത് മെത്തേഡാണ്? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12, 15 ആൻഡ് 21. ഓക്കെ, സോ 12നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 6 2 3 ആണ്. ഓക്കെ, സോ 12 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഓക്കെ, 15നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ടേ പറ്റത്തുള്ളൂ. 5 കിട്ടും. 5 പ്രൈമാണ്, നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. 3 ഇൻറ്റു 5. ഓക്കെ, 21നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 7. സോ 21 ഈക്വൽ ടു 3 ഇൻറ്റു 7. സോ HCF എന്ന് പറയുന്നത് HCF ഈക്വൽ ടു, നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കിക്കേ. എത്ര നമ്പേഴ്സ് നമുക്കിവിടെ ഗ്രൂപ്പ് ചെയ്യാനുണ്ട്? ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ഓക്കെ, സോ ഒരു ഗ്രൂപ്പേ നമുക്ക് കിട്ടണുള്ളൂ, വേറെ ഗ്രൂപ്പൊന്നും കിട്ടുന്നില്ല. അപ്പോൾ HCF എന്ന് പറയുന്നത് ഒരു 3 ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു നമ്പർ എടുക്കാം, അതാണ് HCF. ഇനി LCM എന്താണ്? LCM ഈക്വൽ ടു, ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു 3 എടുത്തു. ഇനി ബാക്കി വരുന്ന എന്തൊക്കെയാണ്? 2 ഉണ്ട്, 2 ഉണ്ട്, ഒരു 5 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, 420. ഇതാണ് LCM. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17, 23 ആൻഡ് 29. ഓക്കെ, ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 17 പ്രൈം നമ്പറാണ്. സോ 17നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 17 എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. ഇനി 23യും പ്രൈം നമ്പറാണ്. അപ്പോൾ 1 ഇൻറ്റു 23നെ എഴുതാൻ പറ്റത്തുള്ളൂ. 29 എന്താണ്? അതും പ്രൈം നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എഗെയിൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റത്തില്ല. പ്രൈം നമ്പറിനെ നമുക്ക് 1 ഇൻറ്റു ആ പ്രൈം നമ്പറിന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. കോമ്പോസിറ്റ് നമ്പേഴ്സിനെയാണ് നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നത്. അതായത് പ്രൈം അല്ലാത്ത നമ്പേഴ്സിനെ എല്ലാം നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാക്കി മാറ്റാൻ പറ്റും. പക്ഷേ പ്രൈം നമ്പർ ആണെങ്കിലോ 1 ഇൻറ്റു ആ പ്രൈം നമ്പർ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. 1 ഇൻറ്റു 29. ഓക്കെ,
മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഓൾറെഡി പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ എഗെയിൻ പ്രൈം ഫാക്ടറൈസേഷൻ ഇല്ല. അതിനെ 1 ഇൻറ്റു ദാറ്റ് പ്രൈം നമ്പർ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? ആകെപ്പാടെ ഈ 1 മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട് അല്ലേ. 1 പ്രൈം നമ്പറൊന്നും അല്ല, പക്ഷേ നമുക്ക് പ്രൈം നമ്പേഴ്സിനെ 1 ഇൻറ്റു ദാറ്റ് നമ്പർ എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. അപ്പോൾ HCF എന്താ വരിക? HCF ഈസ് ഈക്വൽ ടു ഒരു 1 എടുക്കാം. 1 ആണ് HCF. ഓക്കെ, ഇനി LCM ആണെങ്കിലോ? LCM ആണെങ്കിൽ അത് ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു 1 എടുത്തു. ഇനി ബാലൻസ് വരുന്ന എല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 17 ഇൻറ്റു 23 ഇൻറ്റു 29. അപ്പോൾ എന്താ വരിക? 11,339 ആണ് അതിൻ്റെ LCM വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 8, 9 ആൻഡ് 25. ഓക്കെ, നമുക്ക് 8നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 8നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2, 4, again 2, 2. ഓക്കെ, 9നെ പ്രൈം ഫാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ ദാറ്റ് HCF ഓഫ് 306 and 657 ഈക്വൽ ടു 9. ഫൈൻഡ് ദ LCM ഓഫ് ദീസ് ടു നമ്പേഴ്സ്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണോ? നമ്മളൊരു റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ടല്ലേ, എന്തായിരുന്നു? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ LCM ആൻഡ് HCF അല്ലേ. അപ്പോൾ LCM നമുക്കറിയാം എന്താണ്? LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് 2 നമ്പേഴ്സ്? 306ഉം 657. സോറി, 306ഉം 657. ഓക്കെ, ഈ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ, ഓക്കെ ഞാനൊന്നുകൂടെ എഴുതാം, 306ഉം 657. ഓക്കെ, ഈ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ അത് എന്തിന് ഈക്വലാണ്? ഇതിൻ്റെ രണ്ടിൻ്റെ LCMനും HCFിൻ്റെയും പ്രോഡക്റ്റിന് ഈക്വലാണ്. ഓക്കെ, സോ LCM നമുക്ക് അറിയില്ല, അങ്ങനെ തന്നെ ഇടാം. HCF എന്താണ്? 9 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇതേ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരാളില്ല അല്ലേ. നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കിക്കേ, ഈ LCM നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ LCMനെ ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 9 എടുത്ത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, സോ 306 ഇൻറ്റു 657 ഈസ് ഇൻ ദ റൈറ്റ് സൈഡ് ഓൾറെഡി അല്ലേ. അത് റൈറ്റ് സൈഡിലുണ്ട്. ഇൻറ്റു 9 ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഇക്വാലിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? ഇൻറ്റു ഇക്വാലിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ ഡിവിഷൻ ആവും. ഡിവിഷൻ ആണെങ്കിൽ ഇക്വാലിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ 9 ആവും. ആയല്ലോ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LCM കിട്ടും. സോ LCM നമുക്കിവിടെ കിട്ടുന്നത് 22,338 എന്നാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക. ഇനി ഏതെങ്കിലും നമ്പർ കൊണ്ട് നമുക്ക് മിനിമൈസ് ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. ഇപ്പോൾ 3 കൊണ്ട് 306നെയും 9നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോൾ മേളിലെ ന്യൂമറേറ്ററിലെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബാലൻസ് വരുന്ന ഡിനോമിനേറ്ററിലെ നമ്പറും ഡിവൈഡ് ചെയ്യുക. അത് എന്താണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. 5th question, check whether 6 raised to n can end with the digit 0 for any natural number n. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? ചെക്ക് വെദർ 6 raised to n, അതായത് 6ൻ്റെ പവർ, ഇത് ഞാൻ 6ൻ്റെ സെക്കൻഡ് പവർ എന്താണ്? 6 ഇൻറ്റു 6 36 അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 6ൻ്റെ പവേഴ്സിൻ്റെ വാല്യൂ കാണുമ്പോൾ അത് ലാസ്റ്റ് ഡിജിറ്റ്, എൻഡിങ് ഡിജിറ്റ് 0 വരുമോ? ഏതെങ്കിലും ഒരു പവർ, 6ൻ്റെ ഒരു പവർ എടുക്കുമ്പോൾ അതിൻ്റെ എൻഡിങ് ഡിജിറ്റ് 0 വരുമോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ എൻഡിങ് ഡിജിറ്റ് 0 വരികയാണെങ്കിൽ ഐദർ 10, 100, 1000 ഇതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം അല്ലേ. ഇപ്പോൾ 50 വരികയാണെങ്കിൽ 10ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. 250 ആണെങ്കിൽ നമുക്ക് 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയാം. ഇനി 300, 400, 500 ഇതൊക്കെയാണെങ്കിൽ 100ൻ്റെ മൾട്ടിപ്പിളാന്ന് പറയാം അല്ലേ. ഇനി 3000, 5000 ഇങ്ങനെയൊക്കെ വന്നാൽ 1000ൻ്റെ മൾട്ടിപ്പിൾ. അപ്പം 10, 100, 1000 ഇങ്ങനെ വരുന്ന നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും നമ്മുടെ എൻഡിങ് ഡിജിറ്റ് 0 വരുന്നത് ആണല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാം 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് തന്നെ പറയാം. നമുക്ക് 100നെയും 1000നെയും എല്ലാം 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് തന്നെ പറയാം. അതായത് എൻഡിങ് ഡിജിറ്റ് 0 വരുന്നതെല്ലാം 10ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് പറയാം. ഇനി നമുക്ക് 100ൻ്റെ മൾട്ടിപ്പിൾ എന്ന് വേണമെങ്കിലും പറയാം, എബോവ് 100 ആണെങ്കിൽ അല്ലേ.
ഇനി 1000 ആണെങ്കിലോ 1000 മൾട്ടിപ്പിൾസ് എന്ന് പറയാം. 1000 മൾട്ടിപ്പിൾസ് ആയിട്ട് നമ്പേഴ്സ് എൻഡിങ് ഡിജിറ്റ് 0 വരാം അല്ലേ. ഇപ്പോൾ 200 300 ഒക്കെ ആണെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 100 എന്ന് പറയാം. 5000 4000 ഒക്കെ ആണെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 1000 എന്ന് പറയാം. ഇനി എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്ന് പറയാം, അതിൻ്റെ എൻഡിങ് ഡിജിറ്റ് 0 ആണെങ്കിൽ ആണല്ലോ. ഇവിടെ നോക്കിക്കേ, നമുക്ക് 10നെ 2 × 5 ദ ഹോൾ റേസ് ടു 1 എന്ന് എനിക്ക് എഴുതിക്കൂടെ. അതായത് 10 എന്ന് പറയുന്നത് 2 × 5 ആണ്. 10നെ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ എനിക്ക് 2 × 5 കിട്ടും ആണല്ലോ. അതിന് 2 × 5 ദ ഹോൾ റേസ് ടു 1 എന്ന് എനിക്ക് എഴുതാം. നോക്കിക്കേ, ഇനി 2 × 5 ദ ഹോൾ റേസ് ടു 2 അതിൻ്റെ സെക്കൻഡ് പവർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? 2ന്റെ പവർ 2 റേസ് ടു 4 അല്ലേ. 5 റേസ് ടു 2 25. 4 × 25 എന്ന് പറയുമ്പോൾ എനിക്ക് 100 കിട്ടും ആണല്ലോ. അപ്പോൾ 10 100 1000 ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് എല്ലാം 2 × 5ന്റെ പവേഴ്സാണ്. മനസ്സിലായോ? അതായത് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ 2ഉം 5ഉം ഉണ്ടായിരിക്കും. 10 100 1000 10,000 1 lakh ഇങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2ഉം 5ഉം അതിനകത്ത് കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ പവേഴ്സ് ആയിരിക്കും ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആണല്ലോ. ഇനി നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ 30 30 എന്നൊരു നമ്പർ എടുത്തു. ഓക്കെ, 30 എന്നൊരു നമ്പർ എടുത്താൽ അത് എൻഡിങ് ഡിജിറ്റ് 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? നോക്കിക്കേ, 2 × 3 × 5 എന്ന് കിട്ടും 30 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അല്ലേ. അവിടെ നോക്കിക്കേ, അവിടെ നമുക്ക് ഒരു 3 കിടപ്പുണ്ട്, പക്ഷേ എന്നാലും 2ഉം 5ഉം ഉണ്ടല്ലോ. അതായത് എൻഡിങ് ഡിജിറ്റ് 0 വരുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് മസ്റ്റായും 2ഉം 5ഉം ഉണ്ടായിരിക്കും. ഓക്കെ, എൻഡിങ് ഡിജിറ്റ് 0 വന്നാൽ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ വേറെ ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് കൂടെ വരാം. അത് അക്കോർഡിംഗ് ടു ദ നമ്പർ. ഓക്കെ, ആ നമ്പർ അനുസരിച്ച് വേറെ നമ്പേഴ്സൊക്കെ വരാം. പക്ഷേ 2ഉം 5ഉം കമ്പൽസറി ആയിട്ട് അതിൽ ഉണ്ടായിരിക്കും. നോക്കിക്കേ, 6 പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ എനിക്ക് 2ഉം 3ഉം ആ കിട്ടിയത്. 2 × 3 ആ കിട്ടിയേ, പക്ഷേ അതിനകത്ത് 5 വന്നിട്ടില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 6ന്റെ ഒരു പവറും ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ, അതായത് 6ന്റെ ഒരു പവറും എടുത്തു നോക്കിയാൽ അതിനകത്ത് എനിക്ക് 2ഉം 5ഉം ഒരുമിച്ച് വരില്ല, 5 വരില്ല. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 6ന്റെ ഒരു പവറും നമുക്ക് എൻഡിങ് ഡിജിറ്റ് 0 വരത്തില്ല. പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. In order to get 0 at the end, 6 raised to n must contain 2 × 5 as its prime factors, right? But 6 raised to n has 2 × 3 the whole raised to n as factors അല്ലേ. 6 raised to n-നകത്ത് 2 × 5 വരണം, എൻഡിങ് ഡിജിറ്റ് എവിടെയെങ്കിലും 0 വരണമെങ്കിൽ അല്ലേ. അപ്പോൾ പക്ഷേ 6 raised to n ഏത് പവർ 6ന്റെ ഏത് പവർ എടുത്ത് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്താലും അതിനകത്ത് 5 വരില്ല. ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 6 raised to n there is no factor 5. Okay, by the fundamental theorem of arithmetic, every composite number can be expressed as a product of primes, and this factorization is unique apart from the order in which the prime factorization occurs. There does not exist any natural number n for which 6 raised to n ends with 0, right? അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ 7 × 11 × 13 + 13 and 7 × 6 × 5 × 4 × 3 × 2 × 1 + 5 ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, ഇത് രണ്ടും എങ്ങനെയാണ് കോമ്പോസിറ്റ് നമ്പർ ആയതെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ നോക്കിക്കേ, 7 × 11 × 13 + 13 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ 7 × 11 × 13 ഒരു ടേം അല്ലേ. ഇനി അത് കഴിഞ്ഞ് ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 13 കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടേം, ഇത് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം. ഇത് പ്ലസോ മൈനസോ വരുമ്പോൾ നമ്മൾ ടേം വേറെ ആയിട്ട് മാറും അല്ലേ. ഇവിടെ പ്ലസ് ഉണ്ട്, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ടേം ആണ്. ഈ ഫസ്റ്റ് ടേമിൽ ഒരു 13 ഉണ്ട്, സെക്കൻഡ് ടേമിൽ ഒരു 13 ഉണ്ട്. ആ 13 ഞാനങ്ങ് കോമൺ ആയിട്ട് എടുക്കുവാണേ. അപ്പോൾ എനിക്ക് ബാലൻസ് എന്താ വരിക? അത് ഫസ്റ്റ് ടേമിൽ ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അപ്പോൾ ഒറ്റ ടേം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ 13 ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 7 × 11 എനിക്ക് ബാക്കിയുള്ളത്. പ്ലസ് ഈ 13 എടുത്താൽ പിന്നെ ഒരു 1 ഉള്ളൂ. 13 എനിക്ക് 1 × 13 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ആ 1 മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 13 × 7 × 11 77, 77 + 1 78 ആണല്ലോ. ഇനി ഇതിൻ്റെ ആൻസർ ഞാൻ കണ്ടുപിടിച്ചാൽ, ഞാൻ ചെയ്തിട്ടില്ല, എനിക്കൊരു നമ്പർ കിട്ടും ആണല്ലോ. ഇനി ആ നമ്പർ കോമ്പോസിറ്റ് നമ്പർ ആണോ ഇല്ലയോ? കാരണം ഉറപ്പായും അത് കോമ്പോസിറ്റ് ആണ്. എന്താ കാര്യം? ആ നമ്പറിൻ്റെ ഒരു കോമ്പോസിറ്റ് പ്രൈം നമ്പർ ആവണമെങ്കിൽ
ആ നമ്പറിന് 1ഉം ആ നമ്പർ മാത്രമേ ഫാക്ടറായിട്ട് വരാൻ പാടുള്ളൂ അല്ലേ? പക്ഷേ ഇവിടെ 13 × 78 ഞാൻ ചെയ്തൊരു ആൻസർ കിട്ടിയാൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 ഉണ്ട്, ആ സെയിം നമ്പർ ഉണ്ട്, പിന്നെ ഇത് 13 കിടപ്പുണ്ട്, 78 കിടപ്പുണ്ട് അല്ലേ? So 7 × 11 × 13 plus 13. So 13 common എടുത്തു, 7 × 11 plus 1. So equal to 13 × 78. 13 × 78 cannot be a prime number because it has a factor 13. അല്ലേ? 13 × 78ൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ ഉറപ്പായും അതിന് 13 ഒരു ഫാക്ടർ തന്നെയാണ് അല്ലേ? 13 കൊണ്ട് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ആണല്ലോ. അപ്പോൾ 1ഉം അതേ നമ്പർ മാത്രമല്ല അതിൻ്റെ ഫാക്ടേഴ്സ് 13ഉം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ അത് പ്രൂവ്ഡ് ആയി. 13 × 78 is a composite number. Same way we can write the second answer also. The last question of this exercise. There is a circular path around a sports field. Sonia takes 18 minutes to drive one round of the field. One round of the field, while Ravi takes 12 minutes for the same. Suppose they both start at the same point and at the same time and go in the same direction. After how many minutes will they meet again at the starting point? Okay, so this is the question. Question meaning എന്താന്ന് മനസ്സിലായോ? There is a circular path around a sports field. Okay, ഇവിടെ ഒരു സ്പോർട്സ് ഫീൽഡ് ഉണ്ട്, ഇതിന് ചുറ്റും ഒരു സർക്കുലർ പാത്ത് ഉണ്ട്, ഒരു വഴിയുണ്ട്, സർക്കിളാണ്. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത്? സോണിയ ടേക്സ് 18 minutes ടു ഡ്രൈവ് 1 round ഓഫ് ദ ഫീൽഡ്. അപ്പോൾ സോണിയ ഇവിടെ ഡ്രൈവ് ചെയ്യാണ്, ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സോണിയയുടെ കാറോ 2 വീലറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് ഡ്രൈവ് ചെയ്തു. തിരിച്ച് ഇതേ പോയിന്റിൽ എത്താൻ എത്ര മിനിറ്റ് എടുക്കും? 18 minutes. ഓക്കെ, റൈറ്റ്. ദെൻ വൈൽ രവി ടേക്സ് 12 minutes ഫോർ ദ സെയിം. രവി ഇതേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇതേ പോയിന്റിൽ നിന്ന് രവി സ്റ്റാർട്ട് ചെയ്യുവാണ്. പക്ഷേ രവി ഒരു പ്രാവശ്യം ഡ്രൈവ് ചെയ്ത് തിരിച്ച് ഇവിടെ അതേ പോയിന്റിൽ എത്താനായിട്ട് എത്ര മിനിറ്റ് എടുക്കുക? 12 minutes. ഓക്കെ, സോണിയയ്ക്ക് 18 minutes വേണം, രവിക്ക് 12 minutes ആണ് വേണ്ടത്. സപ്പോസ് ദേ ബോത്ത് സ്റ്റാർട്ട് അറ്റ് ദ സെയിം പോയിന്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം. നോക്കിക്കേ, രണ്ടുപേരും ഒരേ പോയിന്റിൽ നിന്നും സെയിം ടൈമിൽ അവർ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ആൻഡ് ഗോ ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. സോണിയ ഇങ്ങനെയാണ് ഇതേ ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ രവിയും ഇതേ ഡയറക്ഷൻ, സോണി ഈ ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ രവിയും ഇതേ ഡയറക്ഷൻ. ഓക്കെ, ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ്? അപ്പോൾ എന്താ സംഭവിക്കുക അവിടെ? സോണിയ ട്രാവൽ ചെയ്യുമ്പോൾ 18 minutes വേണം അല്ലേ? അപ്പോൾ രവി എന്ത് ചെയ്യും? 12 minutes ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയും. അപ്പോൾ വീണ്ടും രവി 12 minutes കഴിഞ്ഞ് വീണ്ടും ട്രാവൽ ചെയ്യുമ്പോൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? പക്ഷേ സോണിയ 18 minutes ഇവിടെ എത്തത്തുള്ളൂ. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് രവിയുടെ പുറകിലേ എത്തത്തുള്ളൂ അല്ലേ? രവി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ സോണിയ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ആണല്ലോ. and go in the same direction. After how many minutes will they meet again? അപ്പോൾ എത്ര സമയം കഴിഞ്ഞാൽ അവർ വീണ്ടും ഒരുമിച്ച് കണ്ടുമുട്ടും? കാരണം രവി വേഗം 12 minutes കൊണ്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കി രവി വീണ്ടും വേഗം സെക്കൻഡ് റൗണ്ടിലേക്ക് അങ്ങ് പോകും. പക്ഷേ സോണിയ 18 minutes ഇവിടെ എത്തിയിട്ട് വീണ്ടും പുറകിന്നേ പോകത്തുള്ളൂ അല്ലേ? പക്ഷേ ഇവരിങ്ങനെ ഓരോ റൗണ്ട് പോയി വരുമ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് അവർ വീണ്ടും ഒരേ പോയിന്റിൽ ഒരുപോലെ രണ്ടുപേരും ഒരേ പോയിന്റിൽ എത്തും. ആ പോയിന്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ സോണിയ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? 18ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ? സോണിയ പോകുന്നത് 18, അടുത്തത് എത്രയാണ് വരുന്നത്? സോണിയ 18 × 1 ആണ്, അടുത്ത 18 × 2 അല്ലേ? സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും മിനിറ്റ്സ് എടുക്കും. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 18 × 3 ആണല്ലോ. ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 18 × 4 ആണല്ലോ. 18ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് സോണിയ ട്രാവൽ ചെയ്യുന്നത് അല്ലേ? ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ആണല്ലോ. പക്ഷേ രവി എങ്ങനെയാണ് പോകുന്നത്? 12ൻ്റെ മൾട്ടിപ്പിൾസാണ്. 12 × 1, അടുത്ത 12 × 2 ആകുമ്പോൾ രവി 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. 12 × 3 ആകുമ്പോൾ 3ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. 12 × 4 ആകുമ്പോൾ അടുത്ത 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവർ ഒരേ ടൈം, അതായത് ഒരേ പോലെ വരുന്ന ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കണ്ടുപിടിച്ചാൽ, ഓക്കെ, ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏത് നമ്പറിലാണ് അടുത്തത് ഇവർ സെയിം നമ്പർ വരുന്നത്, ഓക്കെ, ആ സമയത്താണ് ഇവർ ഒരുമിച്ച് ഒന്ന്
വീണ്ടും കണ്ടുമുട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതെന്ത് പറയുന്നത് 18ന്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ. 18ന്റെ മൾട്ടിപ്പിൾസാണ്. ഇവിടെ എന്ന് പറയുന്നത് 12ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ഇവർക്കൊരു കോമൺ മൾട്ടിപ്പിൾസ് വരും അല്ലേ. കോമൺ മൾട്ടിപ്പിൾസ് വരും. കോമൺ മൾട്ടിപ്പിൾസിൽ ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, കോമൺ മൾട്ടിപ്പിൾസ് വരുന്ന ടൈമിലെല്ലാം ഇവർ ഒരുമിച്ച് കണ്ടുമുട്ടുന്നുണ്ട് അല്ലേ. ഒരുമിച്ച് ഒരേ സ്ഥലത്തെത്തുന്നുണ്ട്. കോമൺ മൾട്ടിപ്പിൾസ് വരുന്ന സ്ഥലത്തല്ല, ആ ടൈമിലെല്ലാം, അത്രയും മിനിറ്റ്സിലെല്ലാം. പക്ഷേ എല്ലാം നമുക്ക് വേണ്ട. അടുത്ത പ്രാവശ്യം, അതായത് ഒരു പ്രാവശ്യം ഇവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുമിച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തവരാണ്. പക്ഷേ ഒരാൾ ഫ്രണ്ടിൽ പോയി, ഒരാൾ പുറകിനാണ് പോയത്. വീണ്ടും ഇവർ ഒരേ ടൈമിൽ വരുന്നത് എപ്പോഴായിരിക്കും? ഇവരുടെ കോമൺ മൾട്ടിപ്പിൾസിലെല്ലാം ഇവർ ഒരേപോലെ കണ്ടുമുട്ടും. പക്ഷേ അതിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളാണ് ഇവർ നെക്സ്റ്റ് ടൈം, അതായത് ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിംഗ് പോയിന്റ് കഴിഞ്ഞാൽ ഇവർ അടുത്ത പ്രാവശ്യം ഒരേപോലെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളാണ് അല്ലേ. കോമൺ മൾട്ടിപ്പിൾസിലെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിലെ ലീസ്റ്റ് വാല്യൂ നമ്മൾ എടുത്താൽ മതിയാകും ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ LCM കണ്ടുപിടിച്ചാൽ പോരെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? 12ന്റെയും 18ന്റെയും LCM ആണ് നമ്മുടെ ആൻസർ. 12ന്റെ 18ന്റെ LCM കാണാനായിട്ട് നമുക്ക് എന്താ ചെയ്യാം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണോ? മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നോക്കിക്കേ, 18 × 2 എന്ന് പറയുമ്പോൾ 36 വരും അല്ലേ. ഇവിടെ 12 × 2 എന്ന് പറയുമ്പോൾ 24 വരും. 12 × 3 എന്ന് പറയുമ്പോൾ 36 വരും. അടുത്ത ടൈം അവർ മീറ്റ് ചെയ്യുന്നത് 36 മിനിറ്റ്സിലാണ്. കണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 18ന്റെയും LCM ഓഫ്, നമുക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയാമോ? LCM ഓഫ് 18 and 12, the LCM of 18 and 12 gives the exact number of minutes after which they meet at the starting point again. ഓക്കെ, ഇവിടെ നോക്കി, സ്റ്റാർട്ടിംഗ് പോയിന്റ് കഴിഞ്ഞാൽ വീണ്ടും അവർ മീറ്റ് ചെയ്യുന്ന എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് കിട്ടുന്നത്? 18ന്റെയും 12ന്റെയും എക്സാക്ട് പോയിന്റ് എവിടെയാണ് കിട്ടുന്നത്? ആ മിനിറ്റ്, ആ ടൈം എങ്ങനെ കിട്ടും? 18ന്റെയും 12ന്റെയും LCM കണ്ടുപിടിച്ചാൽ മതിയാകും. ഓക്കെ, 18ന്റെയും 12ന്റെയും LCM നമുക്ക് കണ്ടുപിടിക്കാം. 18ന്റെയും 12ന്റെയും പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ ചെയ്താൽ മതി. 18ന്റെ പ്രൈം ഫാക്ടറൈസേഷനകത്ത് എന്താ വരുന്നത്? 2 × 3 × 3 എന്ന് വരും. ഓക്കെ, ഇനി 12ലാണെങ്കിലോ, 12ൽ 2 × 2 × 3 × 3 എന്ന് വരും. ഓക്കെ, ഇനി LCM കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ് വരുന്നത്? ദേ ഇവിടെ എനിക്ക് ഒരു ഗ്രൂപ്പ് കിട്ടി, അതിൽ നിന്ന് ഒരു 2 എടുക്കാം. അടുത്തത് ദേ അടുത്ത ഗ്രൂപ്പ് കിട്ടി, അതിൽ നിന്ന് ഒരു 3 എടുക്കാം. ഇനി എനിക്കൊരു 3യുടെ ഗ്രൂപ്പ് കിട്ടി, അതിൽ നിന്ന് ഒരു 3 എടുക്കാം. ഓക്കെ, ഇനി ഒരു 2 ബാലൻസ് ഉണ്ട്, അതിനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 9 4 36 മിനിറ്റ്സിലാണ് അവർ വീണ്ടും, 36 മിനിറ്റ്സ് ആകുമ്പോൾ അവർ വീണ്ടും ഒരേ പോയിന്റിൽ വരും. ഓക്കെ, ഇവിടെ നമ്മുടെ എക്സർസൈസ് കഴിയുകയാണ്. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം.